നമുക്കിന്ന് സൂപ്പർ ടേസ്റ്റിൽ പക്കാവട തയ്യാറാക്കിയാലോ. ഇതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് 4 വലിയ ഉള്ളി നേർങ്ങനെ എരിഞ്ഞത്, ഇനി 5 അല്ലി വെളുത്തുള്ളിയും ചെറിയ കഷ്ണം ഇഞ്ചിയും ചതച്ചത്, 3 ടേബിൾ സ്പൂൺ കടലപ്പൊടി, ആവശ്യത്തിന് മല്ലിയില, ആവശ്യത്തിന് കറിവേപ്പില, 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, വറുത്ത അരിപ്പൊടിയാണ്, പുട്ടിൻ്റെ അരിപ്പൊടി ആയാലും കുഴപ്പമില്ല. ഇനി ഇതിനാവശ്യമുള്ള പൊടികൾ: 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി നമുക്ക് തയ്യാറാക്കി നോക്കാം. ആദ്യം ഒരു ബൗളിലേക്ക് നമ്മൾ ഉള്ളി, അതായത് സവാള എടുത്ത് നല്ലതുപോലെ ഉടച്ച് കൊടുക്കുക. ഉടച്ചതിന് ശേഷം നല്ലതുപോലെ ഉടയണം. ഇനി ഇതിലേക്ക് നമ്മൾ എല്ലാ മസാലകളും ഇടുന്നു. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് നല്ലതുപോലെ കുഴച്ച് കൊടുക്കുക. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കറിവേപ്പില, മല്ലിയില ചേർത്ത് നല്ലതുപോലെ കുഴച്ച് കൊടുക്കുക. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ 3 ടേബിൾ സ്പൂൺ കടലപ്പൊടി കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ കുഴച്ച് കൊടുക്കുന്നു. ഇനി ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഒരല്പം വെള്ളം കൂടി ചേർത്ത് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ രൂപം. ഇനി നമുക്ക് ഒരു 15 മിനിറ്റ് അടച്ച് വയ്ക്കാം. ഇനി 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പക്കാവടയുടെ കൂട്ടിങ്ങനെയാണ് ഉണ്ടാവുക. ചെറിയൊരു ടൈറ്റും ചെറിയൊരു ലൂസും പോലെ. ഇനി നമ്മൾ ചീഞ്ചട്ടിയിൽ ഓയിൽ ഒഴിച്ച് നല്ലതുപോലെ ചൂടായതിന് ശേഷം നമുക്ക് പക്കവട സ്പൂണിലായിട്ടാണ് ഞാൻ എടുക്കുന്നത്, കയ്യിലല്ല. സ്പൂണിൽ ഇട്ട് കൊടുക്കുക. ആദ്യം തന്നെ സിമ്മിലിട്ട് കൊടുക്കരുത്, ആദ്യം തന്നെ ഫുൾ തീയിലായിരിക്കണം. ഇട്ടതിന് ശേഷം നമ്മൾ സിമ്മിലാക്കി മാറ്റി വയ്ക്കുക. ഇനി ഇത് തിരിച്ചിട്ട് കൊടുക്കാം. ചെറിയ ബ്രൗണിഷ് കളറാകുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. നമ്മൾ പക്കാവട ഏകദേശം റെഡിയായിരിക്കുകയാണ്. ഇതിൻ്റെ കളറ് മാറ്റം വരുന്നത് കണ്ടോ, നല്ല ബ്രൗണിഷ് കളറാകുന്നുണ്ട്. നല്ല ബ്രൗണിഷ് കളറായാൽ നമുക്കിതിനെ കോരി സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ പക്കാവട റെഡിയായിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഫോളോ ചെയ്യണം. ഇനിയുള്ള വീഡിയോ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യൂ.